സുഹൃത്തുക്കളെ, വയനാട്ടിലെ ഈ ഉരുൾപൊട്ടലിനനുബന്ധിച്ച് നടന്ന അത് കഴിഞ്ഞു വന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട്, അതിൻ്റെ ശേഖരണം ഏതാണ്ട് 100 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അത് വന്നു കഴിഞ്ഞു. ലോകത്ത് ഉള്ള മനസാക്ഷിയും നല്ല മനസ്സുമുള്ള ഈ മനുഷ്യർ, പല രാജ്യങ്ങളിലിരിക്കുന്ന ആളുകൾ, പിന്നെ കേരളത്തിൽ തന്നെയുള്ള ഒരുപാട് പേര്, കേരളത്തിന് പുറത്തുള്ളവരും, സിനിമാ താരങ്ങളും, അതുപോലെ തന്നെ പല ഗവൺമെൻറ്റുകൾ എല്ലാവരും കൈ അയച്ച് കേരളത്തിന് വലിയ സഹായഹസ്തമാണ് അവർ നീട്ടിയിരിക്കുന്നത്. അപ്പം ഈ സമയത്ത് ഓർക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം ക്യാമ്പയിൻ തുടങ്ങിയപ്പം തന്നെ അതിനൊപ്പം തന്നെ ഹെയ്റ്റഡ് ക്യാമ്പയിനും നെഗറ്റീവ് ക്യാമ്പയിനും ഒക്കെ അതിനൊപ്പം തന്നെ അതും തുടങ്ങിയിരുന്നു. ഈ നമ്മൾ മലയാളികളുടെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ നമ്മൾ ആരെങ്കിലും ഒന്ന് സഹായിക്കാനായിട്ട് വരത്തുള്ളൂ. കാരണം അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നോക്കി, കാരണം ഇത് അത്യാവശ്യമായിട്ട് ആർക്കെങ്കിലും ഒരു അവസ്ഥയാണെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് ഒക്കെയാണ് അത്, കാരണം നമ്മളെ അത് ബാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇരുന്ന് ആലോചിക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കിക്കോ, നമ്മളുടെ കേരളത്തിൽ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്, അവർ നോക്കി, അവർ ഈ പ്രശ്നം വന്നു, ഈ കേരളത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് മണിക്കൂറുകൾക്ക് അകം തമിഴ്നാട്ടിലെ സ്റ്റാലിൻ അവരുടെ ഹെൽപ്പ് പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിലെ സിനിമാ താരങ്ങൾ, പോപ്പുലർ ആയതുകൊണ്ട് പറയുക, തമിഴ്നാട്ടിലെ സിനിമാ താരങ്ങളാണെങ്കിലും അവർ വലിയ വലിയ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇറക്കുകയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നുമില്ല. അവർ നേരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം കൊടുക്കുകയാണ് ചെയ്തത്. ഈ വലിയ പോപ്പുലർ ആയിട്ടുള്ള ആളുകളെ സഹായം ചെയ്തതിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മറന്നു പോകുന്നത്, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരുപാട് 2-3 വാർത്തകൾ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. തമിഴ്നാട്ടിലെ ഒരു കല്യാണത്തിൻ്റെ അവിടുന്ന് ആ സമയത്ത് അവർ നമ്മുടെ വയനാട്ടിലെ ദുരിതാശ്വാസത്തിലേക്ക് അതിൻ്റെ ഭാഗമായിട്ട്, കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് അവരൊരു ഒരു ഫണ്ട് അവിടെ സമാഹരിച്ചു. അതിനകത്ത് കൊച്ചു കുട്ടികളുടെ അന്ന് വരെയുള്ള അവരുടെ സമ്പാദ്യം, കുടുക്ക പൊട്ടിച്ച സമ്പാദ്യം അടക്കം അവർ നമ്മൾക്ക് ഇതിനുവേണ്ടി നമുക്ക് കേരളത്തിലേക്ക് അവരയച്ചു. അതാണ് പൊതുവെ അവരുടെ ഒരു മാനസികാവസ്ഥ. അത് നമ്മൾ പൊതുവെ മറന്നു പോകുന്നൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ജോലി അന്വേഷിച്ചോ ബിസിനസ്സിനോ ആയിട്ട് വരുന്ന ആളുകളോടുള്ള നമ്മളുടെ മനോഭാവമുണ്ട്. അത് നമുക്ക് അവരോടുള്ള ഈ മനോഭാവത്തെ പറ്റി പറയുമ്പം, ഇവർ കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് അവർ വരുന്നത് ചിലപ്പോൾ ഒരു പെട്ടിയായിട്ടായിരിക്കും വരുന്നത്. എന്നിട്ട് അവരുടെ ജീവിക്കാനായിട്ട് എന്തൊക്കെയാണോ അവർക്ക് വേണ്ടത്, മിനിമം ആ സാഹചര്യത്തിലായിരിക്കും അവർ വരുന്നത്. അന്ന് മുതൽ അവരുടെ കഠിനാധ്വാനം തുടങ്ങി അവർ നടന്ന് കച്ചവടം ചെയ്യും. നടന്ന് കച്ചവടം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിലേക്ക് ഇപ്പോൾ തുണിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നടന്ന് കച്ചവടം ചെയ്യും, തലേ ചുമന്ന് കച്ചവടം ചെയ്യും. അത് കഴിഞ്ഞ് അവർ പതുക്കെ എവിടെയെങ്കിലും ഒരിടത്ത് ജോലിക്ക് കയറാൻ ശ്രമിക്കും. അത് കഴിഞ്ഞ് അവരുടേതായിട്ടുള്ള കുഞ്ഞ് ബിസിനസ് തുടങ്ങും. പടിപടിയായിട്ട് അവർ ആ ബിസിനസ്സിൻ്റെ ഓണർഷിപ്പ് അവർ ഏറ്റെടുക്കും. ചിലപ്പോൾ അവർ അതിൻ്റെ ഫ്രാഞ്ചൈസിങ് ചെയ്യും. അതൊക്കെ അവരുടെ ഹാർഡ് വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് കോൺട്രാക്ടർമാരുണ്ട് ഇന്ന്. ഒരുപാട് ഇന്നും കേരളത്തിലെ ഭൂവുടമകൾ തന്നെ അവരും ഒരുപാട്, പ്രത്യേകിച്ചും ഈ തുണി ഈ ടെക്സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വെറുതെ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതൊന്നുമല്ല. അല്ലാതെ അവരെ പ്രത്യേകിച്ച് ഒരു പേര് വിളിക്കുകയോ നമ്മളുടെ ആ ഒരു രീതി മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മളും പല സ്ഥലങ്ങളിൽ പോയി ജീവിക്കാനായിട്ട് നമ്മളും പോയ ആൾക്കാരാണ്, അല്ലേ? നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളോടും ഇപ്പം തന്നെ ലോകത്തിൻ്റെ പല സ്ഥലത്തും നമ്മൾ കേൾക്കുന്നതാണ്, പുറത്തിറങ്ങി നമ്മളെ മറ്റു ഭാഷ പറയുമ്പോൾ അവർ ഓടിക്കുന്നു അല്ലെങ്കിൽ തല്ലാൻ പിടിക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പം അതിന് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വരുമ്പം അവരോട് നമ്മളുടെ ഒരു തരത്തിലുള്ള പെരുമാറ്റവും. അപ്പം അത് നമുക്ക് നിർത്തണം. നമ്മൾക്ക് തന്ന ഈ ഒരു സഹായം തന്നതിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്ന് കരുതുന്നു.